Meet the editors. നയം മാറ്റിയൂ സർക്കാർ എന്നതാണ് ചോദ്യം. സുനിൽ, എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് ജയൻ ചൗധരി വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ മറുപടി കൃത്യമായിരുന്നു. കേരളം PMC തുടങ്ങിയിട്ടില്ല, PMCയിൽ ഒപ്പുവെച്ചു, അത് പിന്നീട് കെപ്റ്റിൻ അബൈൻസായി, അഥവാ അത് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം വരുന്നവരെ നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അത് തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്ത് വെക്കുന്നു. പിന്നീട് സർക്കാർ മാറുന്നു. ഈ സ്റ്റാറ്റസ് കോ തുടരാതെ PMCയിൽ ഒരു സ്കൂൾ പോലും തിരഞ്ഞെടുക്കാതെ LDF സർക്കാർ അവശേഷിപ്പിച്ചെടുത്തത് അവസാനിപ്പിക്കാമായിരുന്നു UDFന്. പക്ഷേ ഇപ്പോൾ PMC പദ്ധതി നടപ്പാക്കാനാണ് UDFൻ്റെ തീരുമാനം. അതായത് ആദ്യമെടുത്ത നയം ഇപ്പോൾ തിരുത്തുകയാണോ UDF? തീർച്ചയായും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതിൽ നിന്ന് നേരെ മലക്കം മറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് PMCയിൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് തവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ UDF ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുകയാണ് PMCയുമായി മുന്നോട്ട് പോകുക എന്നത്. ഈ കഴിഞ്ഞ ദിവസം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വന്നിട്ടുള്ള ബില്ലിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിദ്യാഭ്യാസ മേഖലയിലെ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് RSS കടന്നുകൂടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. എങ്ങനെയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ RSS കടന്നുകൂടുന്നത്, ഇന്ത്യയിലെ സർവകലാശാലകൾ എങ്ങനെയാണ് RSS കൈയടക്കുന്നത്. അതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെൻറ്റിൽ അതിശക്തമായി പറയുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ PMCയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇപ്പോൾ VD സതീശൻ സർക്കാർ എടുത്തിരിക്കുന്നത്. നേരത്തെ എടുത്തതാണ്, അതിപ്പോൾ UDF അതിനം VD സതീശൻ സർക്കാർ വാങ്ങിയിരിക്കുന്നു എന്നതാണ് പറയുന്ന ന്യായം. കഴിഞ്ഞ LDF സർക്കാർ PMCയിൽ ഒപ്പുവെച്ചു, അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങളിതാ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന ന്യായമാണ് ഇവിടെ പറയുന്നത്. അത് പച്ചക്കള്ളമാണ് എന്ന് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സഹമന്ത്രി പാർലമെൻറ്റിൽ കൊടുത്തിട്ടുള്ള മറുപടിയിലൂടെ തന്നെ വ്യക്തമാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജബി മേത്തറാണ്. ജബി മേത്തർ BJP MP അല്ലല്ലോ, ജബി മേത്തർ CPM MP അല്ലല്ലോ, ജബി മേത്തർ കോൺഗ്രസിൻ്റെ MP ആണ്. ജബി മേത്തർ കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗത്തിന് ഇന്ന് വളരെ കൃത്യമായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൗധരി വളരെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. കേരളം PMC ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇനി PMCക്ക് എത്ര കാലാവധിയുണ്ട്? 2027 മാർച്ച് മാസത്തിൽ തീരാൻ പോകുന്ന പദ്ധതിയാണ്. അപ്പോൾ PMCയിൽ ശരിയാണ്, കഴിഞ്ഞ LDF സർക്കാർ PMCയെ നടപ്പാക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം രാഷ്ട്രീയമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ വീഴ്ചയായിരുന്നു. അത് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ അക്കാര്യം കൃത്യമായി തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ LDF ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റത്. അതുകൊണ്ടാണ് LDFനെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ മാറ്റി നിർത്തിയത്. അപ്പോൾ LDFനെ മാറ്റി നിർത്തി UDFനെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. LDFൻ്റെ ആ തെറ്റായ നയം എന്ന് വിലയിരുത്തപ്പെട്ട, ചർച്ച ചെയ്ത, ഈ കോൺഗ്രസ് വിമർശിച്ച ആ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. BJP മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, PMC കേരളത്തിൽ നടപ്പാക്കും, VD സതീശൻ സർക്കാർ നടപ്പാക്കും, ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയെ കൊണ്ട് തന്നെ PMC നടപ്പാക്കിപ്പിക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. എങ്ങനെ? കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയെ കൊണ്ട് ഞങ്ങൾ PMC നടപ്പാക്കിപ്പിക്കും എന്നാണ് K സുരേന്ദ്രൻ പറയുന്നത്. നോക്ക്, ഇതാണ് BJPയുടെ നിലപാട്. BJP ഏത് വിധേനയും കേരളത്തിൽ PMC നടപ്പാക്കാനുള്ള നീക്കം നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള സ്കൂളുകൾ കേരളത്തിൽ വേണം എന്നത് BJPയുടെ രാഷ്ട്രീയമാണ്, RSSൻ്റെ രാഷ്ട്രീയമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, അത് ഹിന്ദുത്വ അജണ്ടയിലൂന്നിയ വിദ്യാഭ്യാസ സംസ്കാരം സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പടർത്തിക്കൊണ്ടുവരിക, അങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നമുക്കറിയാലോ, പാഠപുസ്തകങ്ങളിൽ അടക്കം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. മുഗൾ കാലഘട്ടമെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് RSSനെ കുറിച്ച് പഠിക്കുക, ഹിന്ദുത്വത്തെക്കുറിച്ച് പഠിക്കുക, പുരാണത്തെക്കുറിച്ച് പഠിക്കുക. പുരാണം ഒരു ശാസ്ത്രമാണ് എന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വരുന്ന ഒരു സ്ഥിതിയുണ്ട്, ഗുരുതരമായ സ്ഥിതിയുണ്ട്. നമ്മൾ ശാസ്ത്രമാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ആശയത്തിൽ നിന്ന് നമ്മൾ ഏറെ പുറകോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനെ
പ്രതിരോധിച്ച് നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയമാണ്. ഇന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം RSSൻ്റെ ഈ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ളതാണ്. അവിടെ നിങ്ങൾ 1100 കോടി രൂപ കിട്ടാൻ വേണ്ടിതാ ഞങ്ങളുടെ രാഷ്ട്രീയം പണയം വെക്കുന്നുവെന്ന് പറയാനല്ല കേരളത്തിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കൂടി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രണ്ട് വിഷയമുണ്ട്. രാഷ്ട്രീയമാണോ വലുത്, സാമ്പത്തികമാണോ വലുത്? രാഷ്ട്രീയമാണോ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്, അതോ സാമ്പത്തികമാണോ ഉയർത്തിപ്പിടിക്കേണ്ടത്? ഇത് രണ്ടും ഉയർത്തിപ്പിടിക്കണം. അവിടെ നിങ്ങൾ ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ ദേശീയ തലത്തിലും കേരളത്തിലും നിലനിർത്തുന്നത്. കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഈ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് കൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ രാഷ്ട്രീയം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പണയം വെക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആ രാഷ്ട്രീയം നിങ്ങൾക്ക് കൂടെ പിടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ആ രാഷ്ട്രീയം നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ ഇന്ന് രാജ്യത്ത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരമാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരത്തിന് നേരെ ജൂലൈ 20-ന് അതിക്രൂരമായിട്ടാണ് ഡൽഹി പോലീസ് വിദ്യാർത്ഥികളെ വേട്ടയാടിയത് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികളെ വേട്ടയാടിയത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, ആണിയുള്ള ലത്തി ഉപയോഗിച്ചു, ഇലക്ട്രിക് ലത്തി ഉപയോഗിച്ചു, അതിക്രൂരമായി മർദ്ദിച്ചു. അപ്പോഴാണല്ലോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്നത്. അപ്പോൾ അന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോകുമ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ സമരം നടക്കുന്നത് അറിഞ്ഞ് VD സതീശൻ അവിടേക്ക് പോയി. ആ സ്ഥലത്ത് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മാറി. അവിടെ വേറെയും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ആരാണ്? DK ശിവകുമാർ, കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണോ വലിച്ചിഴച്ച് അവിടെ നിന്ന് കൊണ്ടുപോയത്, അതേപോലെ ആ മുഖ്യമന്ത്രിയെയും ഡൽഹി പോലീസ് വലിച്ചിഴച്ചാണ് ജയിലിലേക്ക് കൊണ്ടുപോയത്, അന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയത്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്. അന്ന് അദ്ദേഹം ഡൽഹിയിൽ വന്നിരുന്നില്ല. അദ്ദേഹം സുഖ്വീന്ദർ സിംഗ് സുഖു. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞ്, രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തതറിഞ്ഞ് ഹിമാചൽ പ്രദേശിൽ ഷിംലയിൽ അവിടുത്തെ രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ധർണയിൽ പങ്കെടുത്ത് അവിടെ അറസ്റ്റ് വരിച്ചു. അപ്പോൾ ഇതൊരു പ്രതിരോധമാണ്, ഇതൊരു പ്രതിരോധ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നത് ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഒരു സമരത്തിൽ? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ്സുകാരനല്ലേ? ഒരു മുഖ്യമന്ത്രി എന്നതിനപ്പുറം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് മുഖമാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് മുഖമാണ്. നിങ്ങൾ എവിടെയാണ് കണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ? ഈ ദേശീയ തലത്തിൽ CJP എന്ന് പറയുന്ന ഈ കുട്ടികൾ ജന്തർ മന്ദറിൽ നടത്തിയ ഈ സമരം, ആ സമരത്തിന് നേരെ മോദി സർക്കാർ, അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പോലീസ് ആ കുട്ടികളെ തല്ലിച്ചതയ്ക്കുമ്പോൾ ഏത് സമരത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുത്തത്? അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ ഈ സമരം നടത്തിയ, കേരളത്തിൽ അതിനെ അനുകൂലിച്ച് സമരം നടത്തിയവർക്കെതിരെ കേസെടുത്ത സാഹചര്യം വരെയുണ്ട്. ഞാനൊരു കത്ത് കാണിക്കാം. ഇത് ഡൽഹി സർക്കാർ ഇറക്കിയ വാർത്താക്കുറിപ്പാണ്. ഡൽഹിയിൽ BJP സർക്കാരാണ് ഭരിക്കുന്നത്. ഡൽഹിയിൽ സമരം നടത്തിയ ഈ പരീക്ഷാ ചോർച്ചയുമായി, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹി സർക്കാർ ഇറക്കിയ വാർത്താക്കുറിപ്പാണിത്. ഇത് BJP സർക്കാർ, കോൺഗ്രസ് സർക്കാരല്ല, CPM സർക്കാരല്ല, BJP സർക്കാർ. കേരളത്തിൽ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 5000-ഓളം കേസുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ പോയി എന്നൊരു വലിയ ചോദ്യമുണ്ട്. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഉയർത്തുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് കേരളത്തിലില്ലേ? അപ്പോൾ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനുള്ള നട്ടെല്ല് ഇവിടെ നിങ്ങൾക്കില്ലേ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് അപമാനകരമായൊരു തീരുമാനമാണ്. രാഷ്ട്രീയം കടലിലെറിയുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ അറബിക്കടലിൽ എറിഞ്ഞിരിക്കുന്നത്. അതായത് അധികാരത്തിൽ വന്നാൽ PM ശ്രീ ഞങ്ങൾ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ കോൺഗ്രസും, അത് ലീഗ് നേതാവാണെങ്കിലും അത് കോൺഗ്രസിൻ്റെ കൂടി ഒരു രാഷ്ട്രീയമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വിലയിരുത്തപ്പെട്ടത്, രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അറബിക്കടലിലേക്ക് എറിയുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഈ രാഷ്ട്രീയ നിലപാട് ഒരിക്കലും ഗുണം ചെയ്യില്ല. കോൺഗ്രസ് സംശയത്തിൻ്റെ നിഴലിലായിരിക്കും. കോൺഗ്രസ് രാഷ്ട്രീയമായി സംശയത്തിൻ്റെ നിഴലിലായിരിക്കും. കേരളത്തിൽ ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമേ അല്ല, കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ രാഷ്ട്രീയ നിലപാടേ അല്ല കേരളത്തിൽ VD സതീശൻ ഉയർത്തിപ്പിടിക്കുന്നത്. ഉള്ളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നു.
നയം മാറ്റിയോ എന്നാണ് ചോദ്യം. മധു. നയവും നിലപാടുമൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ആണ് ഇനി വ്യക്തമാക്കപ്പെടേണ്ടത്. പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമായിരുന്നോ എന്നത് വിശദീകരിക്കാൻ അടുത്ത ബുധനാഴ്ച ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം മുഖ്യമന്ത്രി വരും എന്നുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. 2-3 കാര്യങ്ങളിൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തിനാണ് ഉപസമിതി രൂപീകരിച്ചത്? ഉപസമിതി രൂപീകരിച്ചത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇനി എന്തു ചെയ്യാൻ കഴിയും സർക്കാരിന് എന്നത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഉപസമിതി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ നേതാവ് PK നവാസ് നമ്മളോടടക്കം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാം എന്നത് പഠിക്കാനാണ് ഉപസമിതി രൂപീകരിച്ചത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ലീഗിനോട് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ UDF തീരുമാനം അങ്ങനെയായിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഉപസമിതി രൂപീകരിച്ചത്? ഉപസമിതി രൂപീകരിച്ചത് PM ശ്രീയിൽ ഇനി എന്തു ചെയ്യാൻ കഴിയും എന്നത് പഠിക്കാനും സർക്കാരിനെ ഉപദേശിക്കാനുമാണ്. ആ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചോ? ആ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇന്ന് UDF കൺവീനർ പറയുന്നത് ഏതൊക്കെ സ്കൂളുകളാണ് PM ശ്രീയുടെ ഭാഗമാകുന്നത് എന്ന കാര്യമടക്കം തീരുമാനിക്കാൻ ഉപസമിതിയുടെ തീരുമാനം വരേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ അന്ന് ഉപസമിതി രൂപീകരിച്ചത് ഏതൊക്കെ സ്കൂളുകളാണ് ഈ ലിസ്റ്റിൽ വരുന്നത് എന്നത് തീരുമാനിക്കാനായിരുന്നോ എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എങ്കിൽ ഈ MOUവിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പാഠപുസ്തകങ്ങളടക്കം തയ്യാറാക്കുന്നതിന് സ്റ്റേറ്റ് ഫ്ലവേഴ്സ് അനുബന്ധിച്ച് തീരുമാനമെടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ LDF സർക്കാർ ഒപ്പുവെച്ച MOUവിൽ തന്നെ പറയുന്ന കാര്യം ഇനി ഉപസമിതി പഠിക്കണോ? അപ്പോൾ അതും വേണ്ടതില്ല. ഇനി കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ RSS അജണ്ടയ്ക്ക് അനുസരിച്ചുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഇത് നടപ്പിലാക്കുകയുള്ളൂ. ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഉപസമിതി തീരുമാനം സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. കരിക്കുലവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ടെക്സസുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും തീരുമാനം പുതുതായി, അതായത് ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും നിലനിൽക്കുക. അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങളും യാതൊരു തരത്തിലുള്ള മാറ്റവും വരാതെ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം UDF യോഗത്തിൽ എടുത്തത് എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? ഇപ്പോഴെന്തിനാണ്? ഈ 3 ചോദ്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? പണത്തിന് വേണ്ടിയിട്ടാണ്. പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട പണം ഇനി ഏത് അക്കാഡമിക് ഇയറിലാണ് നമുക്ക് കിട്ടുക? ഇതിപ്പോൾ ഓണത്തിന് ശേഷം വിപുലീകൃത UDF യോഗം കൂടി എടുത്തതിന് ശേഷമേ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ അക്കാഡമിക് ഇയർ, ഈ മാർച്ച് ഏപ്രിൽ കഴിയുമ്പോഴത്തേക്കിനും ഈ സാമ്പത്തിക വർഷം തീരും. ഈ സാമ്പത്തിക വർഷം തീരുമ്പോൾ PM ശ്രീ പദ്ധതിയും തീരും. അപ്പോൾ ഈ അക്കാഡമിക് ഇയർ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പണം കിട്ടുക. അത് തുച്ഛമായ പണമാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് എന്ന് പറയാൻ കഴിയും 2022 മുതൽ ഇങ്ങോട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള സമ്മർദ്ദം കേരളത്തിന് മേൽ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. 2022 to 2026 ഇത് നടപ്പിലായിട്ടില്ല എങ്കിൽ നമുക്ക് വളരെ ഹ്യൂജായൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഈ അക്കാഡമിക് ഇയറിൽ നമുക്കിനി കിട്ടാൻ പോകുന്ന പണം എന്ന് പറയുന്നത് തുച്ഛമാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടല്ല. ഇനി അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? കോൺഗ്രസിന് വേണ്ടിയിട്ടാണോ? അല്ല. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല. കോൺഗ്രസിന് വേണ്ടിയിട്ടാണെങ്കിൽ കോൺഗ്രസിന്റെ നയവും നിലപാടും ഇതായിരുന്നില്ല. കോൺഗ്രസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ KSUവിന് ഈ നിമിഷവും PM ശ്രീയുമായി ബന്ധപ്പെട്ട എതിരഭിപ്രായമുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് മാറില്ല എന്ന അലോഷ്യസ് സേവ്യർ, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ, മുഖ്യമന്ത്രി കാണാൻ വിസമ്മതിച്ച അലോഷ്യസ് സേവ്യർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് KSU ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇനി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണോ? കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ PM ശ്രീ ആയിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങളുടെ ഏറ്റവും മൂർച്ചയേറിയ പ്രചാരണായുധം. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് PM ശ്രീയാണ് വേണ്ടിയിരുന്നതെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ തന്നെ വരേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ എന്തിനാ ഈ തീരുമാനം എന്നാണെങ്കിൽ ഉപസമിതി റിപ്പോർട്ട് വരാതെ, കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും വരാതെ ഈ തീരുമാനമെടുത്തത്, അതും ഈ ആദ്യത്തെ, ഒന്ന് ആലോചിച്ച് നോക്കണം, UDF അധികാരത്തിൽ വന്നതിന് ശേഷം ചേർന്ന ആദ്യത്തെ UDF യോഗമാണ്. ആ യോഗത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. നേരത്തെ ചർച്ചയിൽ പറഞ്ഞത് ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഈ ചർച്ച നമ്മൾ ഇന്ന് പുനർജനിയുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരിച്ചിരുന്നത്. പിന്നീടാണ് ഈ വാർത്ത വരുന്നത്. ആ ചർച്ചയിൽ വരാമെന്നേറ്റ കോൺഗ്രസ് പ്രതിനിധി ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കാരണം അവർക്ക് മാനസികമായി ന്യായീകരിക്കാൻ കഴിയുന്ന, മുൻപ് പറഞ്ഞ നിലപാടുകൾ വിഴുങ്ങാൻ എളുപ്പമായ ഒരു സാഹചര്യമല്ല ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൽ തന്നെ ഇതിന് എതിരഭിപ്രായമുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് UDFന്റെ കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഉപസമിതി റിപ്പോർട്ട് വരേണ്ടതുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും പര്യാപ്തമായ ഒരു തീരുമാനമല്ല. UDF തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം മാത്രമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഒരു വ്യത്യാസം എന്താണ്? LDF സർക്കാർ ഇത് ഒപ്പുവെക്കുമ്പോൾ LDFലെ എല്ലാ ഘടകകക്ഷികൾക്കും ഇതിനോട് അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്നില്ല.
CPIക്ക് അന്നും അനുകൂലമായ തീരുമാനമുണ്ടായിരുന്നില്ല. LDFിൽ ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല, പ്രത്യേക സാഹചര്യത്തിൽ ഒപ്പുവെക്കുന്നു എന്നൊരു തീരുമാനം ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ UDFിൽ ഏകകണ്ഠമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു. കാരണം UDF യോഗം ചേർന്നിരിക്കുന്നു. UDFിന്റെ കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ലീഗിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് വല്ലതും മൊഴിയാനുണ്ടോ എന്നുള്ളത്. ലീഗിന്റെ നിലപാട് എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഡിബേറ്റിൽ 7 മണിക്ക് PK നവാസിന്റെ പ്രതികരണം അടക്കം കാണിക്കുകയും ചെയ്തിരുന്നു. ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉപസമിതി രൂപീകരണം എന്നായിരുന്നു ലീഗിന്റെ ധാരണയെങ്കിൽ, പാർട്ടി നിലപാടെങ്കിൽ, ഇന്ന് ആ പാർട്ടിയെ പ്രതിനിധീകരിച്ച് UDF യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ മാത്രം UDF യോഗത്തിലെടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിലാണോ UDF ഈ തീരുമാനമെടുത്തത്? അതോ ഇതിനു മുൻപേ ലീഗിന് അത് അറിയാമായിരുന്നു എന്നുള്ളതാണ്? ഈ UDF യോഗത്തിൽ ഈ കാര്യത്തിൽ ചർച്ചയുണ്ടാകും. അതിൽ നമ്മളുടെ തീരുമാനം ഇന്നതാണ്, അത് PM ശ്രീക്ക് അനുകൂലമാണ് എന്ന രാഷ്ട്രീയ തീരുമാനം ലീഗ് എടുത്ത് ഇന്ന് UDF യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളെ അത് അറിയിച്ച് ആ നിലപാട് ഇവിടെ സ്വീകരിക്കാൻ പറഞ്ഞു വിട്ടതാണോ എന്നതുകൂടി ലീഗ് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൂടി ഞാൻ വിചാരിക്കുന്നു. ഇനി ഏറ്റവും വലിയൊരു പ്രതിരോധം എന്താണ്? പിണറായി വിജയന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രതീഷ് കാളിയാടൻ പറഞ്ഞിട്ടുണ്ട്, ഏകപക്ഷീയമായി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നത്. ശരിയാണ്, അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിയാണ്, ആ കാര്യത്തിൽ ഒരു തീരുമാനം, അങ്ങനെ ഒരു ലേഖനം പുറത്തു വന്നിട്ടുമുണ്ട്. ഇനി ആ തീരുമാനപ്രകാരം ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിന്റെ പ്രൊവിഷൻ അനുസരിച്ച് 30 ദിവസത്തെ നോട്ടീസ് നൽകി കേരളത്തിനോ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാനുള്ള താല്പര്യം അറിയിക്കുന്നു. അതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതാണല്ലോ പറയുന്നത്. ഇങ്ങനെ തീരുമാനം അറിയിച്ചോ? ഏകപക്ഷീയമായി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതല്ല ഇപ്പോഴും പറയുന്നത്. UDF ഏകപക്ഷീയമായി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് അംഗീകരിക്കുന്നു. അപ്പം ഞങ്ങൾക്കിതിൽ നിന്ന് പിന്നോട്ട് പോകാനാണ് താല്പര്യമെന്ന് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അതിൽ കേന്ദ്ര സർക്കാർ ആ ആവശ്യം ഡിനൈ ചെയ്യുകയാണോ ചെയ്തത്? അതോ അങ്ങനെ ഒരു ആവശ്യം അറിയിച്ചിട്ട് കേന്ദ്ര സർക്കാർ അതിൽ തീരുമാനമെടുക്കാൻ വൈകുകയാണോ ചെയ്യുന്നത്? അതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഭീഷണി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? കേന്ദ്രം എന്തു ചെയ്തു കളയുമെന്നാണ് പറയുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയാൽ കേന്ദ്രം എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുമോ? ഇതൊരു കരാറൊന്നുമല്ല, ഇതൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതൊരു എഗ്രിമെന്റ് എന്ന നിലയ്ക്ക് മാത്രം നമുക്കിതിനെ കണ്ടാൽ മതി. ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ അതിലൊരു കരാർ ലംഘനമൊന്നും ഉണ്ടാകുന്നില്ല. ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ അത് 30 ദിവസത്തെ നോട്ടീസ് ടൈം വെച്ച് കേന്ദ്രത്തെ അറിയിക്കാം. അറിയിച്ചിട്ടുണ്ടോ? പറഞ്ഞാൽ മതി. അറിയിച്ചിട്ട് കേന്ദ്രം അത് ഡിനൈ ചെയ്യുകയാണോ ചെയ്തത്? കേന്ദ്രം അതിൽ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുകയാണോ? അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നത് പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. നോക്കി, ഈ പരീക്ഷാ പരിഷ്കരണ ബില്ലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ RSS വൽക്കരിക്കുന്നു, നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ RSS വൽക്കരിക്കുന്നു എന്ന വിമർശനം ഉന്നയിച്ചാണ് LDF സർക്കാർ ഈ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ, ഈ MOUയിൽ ഒപ്പുവെച്ച സമയത്ത് കോൺഗ്രസ് അതിനെതിരെ വിമർശനം ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് CPM അതിന്റെ നയനിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നു തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ നയം എന്തായിരുന്നു? കോൺഗ്രസിന്റെ നയം ഇതിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണല്ലോ CPM അതിന്റെ നയനിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിന്റെ കേന്ദ്ര നിലപാട്, KC വേണുഗോപാലിന്റെ അടക്കം കേന്ദ്ര നേതാക്കളുടെ നിലപാട്, അതിന് വിരുദ്ധമായൊരു നിലപാട് ഇവിടെ സ്വീകരിക്കുമ്പോൾ കേന്ദ്രത്തിലൊരു നിലപാട്, സംസ്ഥാനത്തൊരു നിലപാടാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ജെബി മേത്തർ ഒരു പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നു, അതിന് ജെബി മേത്തറിന് മറുപടി കിട്ടുന്നു. ആ മറുപടിയിൽ പറയുന്നത് കേരളം ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ്. കേരളത്തിന് ഇതിന്റെ ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട പണം കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ്. ജെബി മേത്തർ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് ജെബി മേത്തറിന് ഈ വീടിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഈ വീടിന്റെ ഐശ്വര്യം എന്ന നിലയ്ക്ക് കോൺഗ്രസിന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ്. ഉത്തരം പ്രതീക്ഷിച്ചില്ല, വളഞ്ഞു ചുറ്റിയാണ് ചോദ്യം. ശരി, അപ്പം അങ്ങനെ ഒരു ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 3 സംസ്ഥാന സർക്കാരുകളാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാലയങ്ങളുടെ ലിസ്റ്റ് കൊടുക്കാത്തത്. ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. കേരളവും തമിഴ്നാടും ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ ഏതൊക്കെയെന്ന് വെച്ച് കേരളം കൊടുക്കുന്നു. പശ്ചിമ ബംഗാൾ ആ കത്തിൽ തന്നെ, ആ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്, പശ്ചിമ ബംഗാൾ റീസെന്റ് ആയി ഈ നടപടിക്രമവുമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്? പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. സംഭവിച്ചത് എന്താണ്? PM ശ്രീയുടെ വളരെ ഇനീഷ്യലായി എടുക്കേണ്ട തീരുമാനങ്ങളുമായി 2 സർക്കാരുകളും മുന്നോട്ട് പോകുന്നു. മുദ്ര മാത്രമേ മാറ്റമുള്ളൂ എന്നതാണ് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ 3 MLA-മാരെ മാത്രം വെച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനമെന്ന് CPM വിമർശനം ഉന്നയിക്കാൻ കാരണം അതാണ്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായി, കേരളത്തിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായി. പശ്ചിമ ബംഗാളിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നു, കേരളത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നു. ഇനി ഇത് നോക്കൂ, ഇപ്പം ദില്ലി പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് കേസുകളെടുത്ത ഒരേ ഒരു പ്രതിപക്ഷ സംസ്ഥാനം ഏതാണ്? കേരളമാണ്.
ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ എങ്ങനെയാണ് 3 പേരെ മാത്രം വെച്ച്, അല്ലെങ്കിൽ MLA-മാർ ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് BJP-യുടെ കൃത്യമായ രാഷ്ട്രീയ ധാരണകൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ PR സുനിൽ ചൂണ്ടിക്കാണിച്ചു, ദില്ലി BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ പോലും പുറത്തിറക്കിയിരിക്കുന്നു അവിടെ ഈ കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട FIR റദ്ദാക്കുമെന്ന്. ഇവിടെ ഇന്നും ആഭ്യന്തരമന്ത്രി രാവിലെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസുകൾ എവിടെ നിന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AI പവേർഡ് ആയിട്ടുള്ള ഫേഷ്യൽ റിക്കഗ്നിഷൻ ടൂൾ അടക്കം വെച്ചുകൊണ്ട്, ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടില്ലാത്ത നിയമം വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ, ഈ പറയുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ ടൂൾ വെച്ച് കണ്ടെത്തിയ വിദ്യാർത്ഥികളെയാണ് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എന്ന് പറയുന്നത്. അവർക്കെതിരായ നിയമ നടപടി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് എന്ന BJP-യുടെ വാദം ഇവിടെ നടപ്പിലാക്കുകയാണോ എന്നുള്ളതാണ്. PMശ്രീയിൽ CPM-ന്റെ നിലപാട് എന്ത് എന്നത് ഇനി ചോദിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. PMശ്രീ BJP ഒപ്പുവെക്കാനുള്ള തീരുമാനം CPM എടുത്തതാണ്. CPM അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചിന്ത കൊണ്ടല്ല. CPI കടുത്ത വിമർശനം ഉന്നയിച്ചതിന്റെ പേരിലും CPI പുറത്തു വന്നു തന്നെ പ്രതിഷേധിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് 20 ദിവസത്തിനുള്ള തീരുമാനത്തിൽ നിന്ന് CPM പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം കേന്ദ്രത്തിന് കൃത്യമായി വാസുകി കത്തയക്കുന്നു. അതിൽ ഞങ്ങൾ ഒരു ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്, അതിന്റെ തീരുമാനം വരുന്നത് വരെ അത് ഫ്രീസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഫ്രീസായി വെച്ചിരിക്കുന്ന അതിനെയാണ്, അതായത് ഫ്രീസായി വെച്ചിരിക്കുന്ന ആ തീരുമാനത്തിനാണ് ഇപ്പോൾ പുനർജന്മം കൊടുത്തിരിക്കുന്നത് UDF. അത് എന്തിനു വേണ്ടിയാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാണ്, ആശയവിനിമയം നടത്തിയാണ് PMശ്രീയിൽ ഒപ്പുവെച്ചത് എന്ന വിമർശനം ഉന്നയിച്ചത് UDF ആണ്. ഇവിടെ ആരുമായി ആശയവിനിമയം നടത്തിയിട്ടാണ്, ആരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ്, ആരുടെ താല്പര്യം അനുസരിച്ചാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ? ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി വരും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പഠിച്ചു കഴിയും. ഇടവേളയ്ക്ക് ശേഷം തുടരാം. നയം മാറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. എന്ത് നയം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസിന് PMCയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ നയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് PMC നടപ്പാക്കുക എന്ന നയമായിരുന്നു. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് PMC നടപ്പാക്കുന്ന 2022 അശോക് ഗെഹ്ലോട്ട് ഭരിച്ച രാജസ്ഥാനിൽ ആദ്യമായി PMCയുടെ പരീക്ഷണശാലയാക്കി മാറ്റിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനാണ് PMCയുടെ ആദ്യ പരീക്ഷണശാലയെ മാറിയ ഒരു സംസ്ഥാനം BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം. അന്ന് രാജസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്കൊപ്പം പിന്നീട് അവിടെ അധികാരം മാറിയെങ്കിലും അന്ന് കോൺഗ്രസ് തിരഞ്ഞെടുത്ത 681 സ്കൂളുകളിൽ PMC നടപ്പാക്കി. കോൺഗ്രസിൻ്റെ നയം PMCക്കെതിരാണെന്ന് ആരോടാണ് നിങ്ങളീ പറയുന്നത്? രണ്ടാമത്, കർണാടകയിൽ BJP സർക്കാർ പോയി അവിടെ സിദ്ധരാമയ്യ സർക്കാർ വരുമ്പോൾ 199 സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നു PMC പദ്ധതിയിൽ. ഹിമാചൽ പ്രദേശിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ 581 സ്കൂളുകളാണ് PMC പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന തെലങ്കാനയിൽ 741 സ്കൂളുകളാണ് PMCയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ PMCയിൽ കോൺഗ്രസിൻ്റെ നയം എന്താണ്? നടപ്പാക്കുക തന്നെ. PMC എങ്കിൽ PMC നടപ്പാക്കിയിരിക്കും. NEP പദ്ധതി നടപ്പാക്കാനുള്ള പൈലറ്റ് പ്രോജക്റ്റാണ് സാർ PMC. ആ PMC സ്കൂളുകളെ ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ NEPയെ ഞങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണെന്ന് എഴുതി ഒപ്പിട്ട് മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PMC നടപ്പാക്കുന്നത്. PMC നടപ്പാക്കാതെ മാറി നിന്ന 3 സംസ്ഥാനങ്ങൾ, ഒന്ന് വെസ്റ്റ് ബംഗാൾ, മറ്റൊന്ന് കേരളം, മറ്റൊന്ന് തമിഴ്നാട്. ഈ 3 കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. വെസ്റ്റ് ബംഗാളിൽ കഷ്ടകാലത്തിന് സർക്കാർ മാറി, BJP വന്നു, അവിടെ PMC പദ്ധതി നടപ്പാക്കി. ഇന്നത് നടപ്പാക്കാതെ നിൽക്കുന്ന 2 സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ് എന്നുള്ളതാണ്. കേരളം പോയി ഒരു അബദ്ധം കാണിച്ചു. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അനാവശ്യമായൊരു ഒപ്പിട്ട്, അന്ന് ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരായിട്ടൊരു ഒപ്പിട്ട് പിന്നീട് ഒരു വള്ളി പിടിച്ചു. 20 ദിവസത്തിന് ശേഷം അതിന് പ്രായച്ചിത്തം എന്ന വണ്ണം ഇതാ ഉപസമിതി വരുന്നത് വരെ ഞങ്ങൾ ഈ തീരുമാനം കെപ്റ്റ് ഇൻ അബയൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കത്തും കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ് എന്നതാണ് അതിൻ്റെ പരോക്ഷമായ അർത്ഥം. ഡയറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പദ്ധതി നടപ്പാക്കാൻ പോകുന്നില്ല, ഇപ്പോൾ ഉടൻ നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ജബി മേത്തർ, കൺഗ്രാറ്റുലേഷൻസ്. യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം. കൃത്യതയോടുകൂടിയുള്ള മറുപടി നമുക്ക് വന്നല്ലോ. ഐ അപ്രീഷിയേറ്റ് ജബി മേത്തർ. ജബി മേത്തർ എന്ന നമ്മുടെ MP ഞാൻ അഭിനന്ദിക്കുകയാണ്. ജബി മേത്തർ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? വെദർ ഫണ്ട്സ് ഹാവ് ബീൻ സാങ്ഷൻഡ് ഓർ റിലീസ്ഡ് ടു കേരള അണ്ടർ PMC. PMCയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടോ? PMCയുടെ ഭാഗമായി സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? കൃത്യമായിട്ട് പട്ടിക സഹിതം തിരിച്ചു കൊടുത്തു. 0 എന്ന് കാണുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് തമിഴ്നാടും കേരളവുമാണ്. അതായത് PMCയുടെ ഭാഗമായിട്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്തോ എന്ന ചോദ്യത്തിന് ഇല്ല, 0 എന്ന് കാണുന്നത് 2 സംസ്ഥാനങ്ങളാണെന്ന് കേരളവും തമിഴ്നാടും. അതുവരെ
ആരാണ് വി ഡി സതീശൻ അല്ലേ? വി ഡി സതീശൻ എന്താ പറഞ്ഞത്? PMCയുടെ ഭാഗമായിട്ട് പണം കൈപ്പറ്റിയെന്ന്. PMCയുടെ ഭാഗമായിട്ടാണോ പണം കൈപ്പറ്റിയത്? ഇന്നിപ്പോൾ ജയന്ത് ചൗധരി എന്ന വിദ്യാഭ്യാസ സഹമന്ത്രി വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നു. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായി SSKയുടെ ഭാഗമായിട്ടുള്ള ഒരു കമ്പോണന്റ് മാത്രമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കമ്പോണന്റിന്റെ ഭാഗമായിട്ടുള്ള 99.27 കോടി രൂപ മാത്രമാണ് സാങ്ഷൻ ചെയ്തത്. ഇതും PMCയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കൊടുത്തത് തമിഴ്നാട് സുപ്രീം കോടതി പോയി. ഇതും കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ നമ്മളെ കളിപ്പിക്കുക എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അതിന്ന് പൊളിച്ചു കളഞ്ഞു. വി ഡി സതീശനെ ജബി മേത്തറുടെ ഒറ്റ ചോദ്യം കൊണ്ട് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഒരിക്കൽ കൂടി ജബി മേത്തർ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഈ 99 കോടി രൂപ എന്താണെന്നറിയാമോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് CBSE സ്കൂളുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേസ് പോയി തമിഴ്നാട്. അങ്ങനെ തമിഴ്നാടിന് അനുവദിച്ചു. തമിഴ്നാട് അനുവദിച്ചാൽ കേരളത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റൂല. ആ കേസ് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായിട്ട്, മുൻ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായിട്ട് ഇത് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പറയുന്നുണ്ട്. 76 കോടി രൂപ RTയുടെ ഭാഗമായി ലഭിക്കേണ്ടത്, റീഇംബേഴ്സ്മെന്റിന്റെ ഭാഗമായി ലഭിക്കേണ്ടത് 21 കോടി. അതാണ് ഈ 99 കോടി രൂപ കേരളത്തിന് കിട്ടിയത്. ഇനി കിട്ടേണ്ട PMCയുടെ ഭാഗമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള SSK ഫണ്ട് എത്രയാണെന്നറിയാമോ? അത് 2022-23 188 കോടി, 23-24 513 കോടി, 24-25 420 കോടി, മൊത്തം കൂടി വന്നാൽ 1065 കോടി വരും. ഈ 1065 കോടി രൂപയിൽ നിന്ന് 5 പൈസ ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത വന്നു. വി ഡി സതീശൻ പറഞ്ഞതുപോലെ PMCയുടെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൈപ്പറ്റിയിട്ടില്ല എന്ന് കേന്ദ്രം ഇന്ന് വ്യക്തമായിട്ട് മറുപടി നൽകി. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. എത്ര കള്ളത്തരങ്ങളാണ് പൊളിച്ചു കളഞ്ഞത് നോക്കൂ. ഈ PMC പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാലയങ്ങളിൽ ഒരെണ്ണം പോലും നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ, ആ നടപടിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ആകെ കേരളത്തിലുള്ളത് 47 സ്കൂളുകളിൽ മാത്രമല്ല. 47 സ്കൂളുകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ NCERT പഠിപ്പിക്കുന്ന നവോദയ സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും അടക്കമുള്ള 47 സ്കൂളുകളിലെ ഇന്ന് PMC പദ്ധതിയുള്ളൂ. അപ്പോൾ PMC പദ്ധതിയിൽ ഒപ്പുവെച്ച് തുടങ്ങിയത് സ്കൂളുകൾ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലായി. രണ്ടാമത്തേത് PMC പണം കേരളം നേടിയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ള ഉത്തരമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പറ്റുക? നമ്മളിതൊരു ബാധ്യതയെ മറികഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രി അടക്കം പറയുന്ന വാചകമാണ് കേട്ടോ. നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ്. നിർബന്ധിതമായിട്ടില്ല സാർ. PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള പ്രൊവിഷനുണ്ട്. നേരത്തെ മാധു പറഞ്ഞു. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ഈ PMC പദ്ധതി നടപ്പാക്കിയതിനു ശേഷം ഒരൊറ്റ സംസ്ഥാനമേ PMC പദ്ധതിയിൽ നിന്ന് ഒപ്പിട്ടതിന് ശേഷം പിൻവാങ്ങിയിട്ടുള്ളൂ. ആ സംസ്ഥാനത്തിൻ്റെ പേര് പഞ്ചാബ് എന്നാണ്. 2023 അന്ന് ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം 2023 ജൂലൈ മാസത്തിൽ ഈ PMC പദ്ധതി 2022 ഒപ്പിട്ട PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പഞ്ചാബ് സർക്കാർ തീരുമാനിക്കുന്നു. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം ഏകപക്ഷീയമാണെങ്കിൽ പിന്മാറാൻ തീരുമാനിച്ചു. അന്നെന്താ പിന്മാറാൻ തീരുമാനിച്ചത്? നിങ്ങളുടെ PMC സ്കൂളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ എമിനൻറ്റ് സ്കൂളുകൾ കൊണ്ടുവരും, അത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്, മികച്ച സ്കൂളുകൾ ഞങ്ങൾ തന്നെ സ്റ്റേറ്റ് സെൻറ്റേഡായിട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് മനസ്സിലായി അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന്. ഈ കാരണം സർവ്വശിക്ഷയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ ഫണ്ട് തടഞ്ഞു വെച്ചു. എത്രയാ തടഞ്ഞു വെച്ചെന്നറിയാമോ? 515 കോടി. PMCയുടെ അല്ല, SSK പോലെ SSP സർവ്വശിക്ഷ പഞ്ചാബിന് വേണ്ടിയിട്ടുള്ള പണം അവിടെ തടയപ്പെട്ടു. അത് വന്നപ്പോൾ ഒരു വർഷക്കാലം ആം ആദ്മി പാർട്ടി കാത്തു. എന്നിട്ടൊടുവിൽ എന്ത് ചെയ്തു? ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് പിന്മാറിയ പഞ്ചാബ് വീണ്ടും തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ചോദിച്ച് ജോയിൻ ചെയ്തു. അങ്ങനെ ഈ പണം റിലീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? PMCയിൽ ചേർന്നാലും PMCയിൽ നിന്ന് പുറത്താകാനും PMCയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും PMC പദ്ധതിയിൽ നിന്ന് ഇത് വേണ്ട, ഇത് ഇറങ്ങിപ്പോന്നതിന് ശേഷം ഇനി വീണ്ടും തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു കയറാനും ഉള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് പഞ്ചാബ്. ആ പഞ്ചാബിനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് UDF കൺവീനർക്ക് നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു എന്ന് പറയാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിർബന്ധിതരായിരിക്കുന്നു എന്ന് പറയാൻ കഴിയുക? എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നമ്മൾ നിർബന്ധിതരായി എന്ന് പറയാൻ കഴിയുക? പ്രിയ പ്രേക്ഷകർ, അപ്പോൾ ഇതൊന്നുമല്ല കാര്യം. PMC പദ്ധതി നടപ്പാക്കണം. അത് കോൺഗ്രസിൻ്റെ നയമാണ്. ആ കോൺഗ്രസിൻ്റെ നയത്തിൽ ഇന്നിപ്പോൾ ബലിയാടാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിലെ നേതാക്കളെ, അണികളെ, നിങ്ങളെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. BJP കോൺഗ്രസിനെ അല്ല പരിഹസിക്കുന്നത്. BJP പരിഹസിക്കുന്നത് നിങ്ങളെയാണ്. ഇനി നാളെ ഒരു പൊതുസമൂഹം ഒറ്റുകാരെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ആ സാഹചര്യം എത്തിച്ചിരിക്കുന്നു. ഇതാരുടെ ഗൂഢാലോചനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് നോക്കൂ, നാളെ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്നത് എങ്ങനെയാ? PMC പദ്ധതി എന്ന NEP സംഘവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കിക്കൊള്ളാം
എന്ന് ഒപ്പിട്ടത് LDF സർക്കാരാണെങ്കിലും അത് നടപ്പാക്കാൻ, അത് പിന്മാറിയതിനു ശേഷം അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച പാർട്ടി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായ ഷംസുദ്ദീനാണ് എന്നുള്ളതാണ്. പാവം ഷംസുദ്ദീൻ എന്ന് പഴിച്ചു. ഷംസുദ്ദീൻ ഒടുവിൽ ഇപ്പോൾ നിൽക്കക്കള്ളിയിലാണ് പറയുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അന്ന് LDF സർക്കാർ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സാക്ഷാൽ KM ഷാജിയുടെ പ്രഖ്യാപനമായിരുന്നു. എന്താ KM ഷാജി തെരുവിൽ നിന്ന് പറഞ്ഞത്? ഈ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയും. അറബിക്കടൽ ഇപ്പോഴും അവിടെയുണ്ട് സാർ. പക്ഷേ KM ഷാജിയുടെ പ്രശ്നം അത് കഴിഞ്ഞപ്പോൾ KM ഷാജി പറഞ്ഞു തെരുവിൽ നിന്ന് പറയുന്ന പ്രസംഗങ്ങളൊന്നും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതിൻ്റെ പേരാണ് സാർ ഇരട്ടത്താപ്പ് എന്നുള്ളത്. അന്ന് പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഈ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതേ വള്ളി നിങ്ങളുടെ കാലിലും പിടികൂടും എന്നുള്ളത്. പക്ഷേ അന്ന് പറയാതെ ഒരു വലിയ ഒരൊറ്റ തള്ളായിരുന്നു, അറബിക്കടലിൽ കൊണ്ടുപോയി ഞങ്ങൾ തള്ളും. എന്നിട്ടിപ്പോൾ അറബിക്കടൽ അവിടെയുണ്ട്. PMC പദ്ധതി നടപ്പാക്കാൻ UDF ശ്രമിക്കുന്നു. PK നവാസ് എന്താ പറഞ്ഞത്? ഈ ഉപസമിതി കൂടുന്നത് അന്ന് ഏറ്റവും കൂടുതൽ LDF സർക്കാരിൻ്റെ അതിനെതിരെ സംഘടന സഫുമാണ് കേട്ടോ. അന്ന് MSFൻ്റെ പ്രക്രിയ നമ്മൾ കണ്ടതാ. ചൂടേറിയ നടപ്പാക്കുമല്ലോ, വർഗീയ കോംപ്രമൈസ് ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ നടപ്പാക്കുമ്പോൾ അതേ നിലപാടാണോ MSFനുള്ളത്? MSF എന്താ പറഞ്ഞത്? PK നവാസ് പറഞ്ഞൊരു വാചകം ഇങ്ങനെയായിരുന്നു, ഈ ഉപസമിതി വന്നിരിക്കുന്നത് ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാതിരിക്കാം എന്നത് ആലോചിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട PK നവാസ്, നിങ്ങളെയും പറ്റിച്ചു. ആ ഉപസമിതി ഒരു തീരുമാനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആ കോൺഗ്രസിൻ്റെ നയം നിങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായി PMC പദ്ധതി. അതിനുള്ളൊരു കൺകിട്ട് മാത്രമായിരുന്നു ഈ മന്ത്രിസഭാ ഉപസമിതി, അതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അപ്പോൾ നിങ്ങളെ നാണം കെടുത്തി, ഷംസുദ്ദീനെ നാണം കെടുത്തി, മുസ്ലിം ലീഗിനെ നാണം കെടുത്തി. KC വേണുഗോപാൽ പറഞ്ഞെന്താ? മോദിയെയും അമിത്ഷായെയും നിർമ്മലാ സീതാരാമനെയൊക്കെ കണ്ടതിന് ശേഷം വർഗീയതയോടുള്ള ഒത്തുതീർപ്പാണ് ഈ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീ KC വേണുഗോപാൽ അങ്ങേയും പറ്റിച്ചു. ഇനി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്താ? പ്രത്യയശാസ്ത്രം അടിയറവ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യയശാസ്ത്രം അടിയറവ് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അങ്ങേയും പറ്റിച്ചിരിക്കുന്നു. VD സതീശൻ പറഞ്ഞത് അത് പിന്നെ പോട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് അവസ്ഥ. അപ്പോൾ ചുരുക്കത്തിൽ PMC പദ്ധതി നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ച LDF സർക്കാർ, ആ നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഒരൊറ്റ സ്കൂൾ പോലും തിരഞ്ഞെടുക്കാതിരുന്ന LDF സർക്കാർ, PMCയുടെ ഭാഗമായി ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലാത്ത LDF സർക്കാർ, ഇന്നിപ്പോൾ ആ പദ്ധതി മരവിപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അതിന് പുനരുജ്ജീവിപ്പിച്ച് അതിന് വീണ്ടും ജീവൻ കൊടുത്ത് ആ പദ്ധതിയെ നടപ്പാക്കാൻ ഈ UDF തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ അതാരുടെ താല്പര്യമാണ് എന്നുള്ളതാണ്. കേവലം 3 MLA കൊണ്ട് BJPക്ക് കേരളത്തിൽ ഭരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് വിമർശനം. ചെറിയ വിമർശനമല്ല. ആ ഗവർണർ വന്ദേ മാതരം ചൊല്ലിപ്പിച്ചത് മുതൽ ഇങ്ങോട്ട് ഒന്നൊന്നായിട്ട് നമുക്ക് പറയാൻ സാധിക്കും എവിടെയൊക്കെയാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. 35 MLA ഒന്നും BJPക്ക് കിട്ടണ്ട, 3 MLA കിട്ടിയാൽ മതി, ഭരണം BJP നടത്തും എന്നുള്ളതിൻ്റെ തെളിവാണോ? അതാണ് K. സുരേന്ദ്രൻ ചോദിക്കുന്ന ചോദ്യം. അതിന് മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗ് കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ തീരുമാനമാണ്. ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒരിക്കൽ കൂടി ആ ഇരട്ടത്താപ്പ് നമ്മുടെ മുന്നിൽ വരുന്നു. പച്ചക്കള്ളം പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആളുകളെ മണ്ടന്മാരാക്കുന്ന പരിപാടി നിർത്തുക. ഇത് നിർബന്ധിതമായ ഒരു സാഹചര്യവും അതിനകത്തില്ല. LDF സർക്കാർ ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ടില്ല, ഒരു സ്കൂളും തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ? 282 ആർട്ടിക്കിൾ പ്രകാരം കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കുമ്പോൾ അവർക്ക് വിവേചനാധികാരമുണ്ട്. അത് വിവേചനാധികാരമുള്ള ഡിസ്ക്രിഷണറി സെൻട്രൽ എയ്ഡുകളാണ്. ആ എയ്ഡിൽപ്പെട്ടതാണ് സർവശിക്ഷാ അഭിയാൻ. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിന് തീരുമാനിക്കാം ഉപാധികൾ. ആ ഉപാധികൾ പാലിക്കണോ വേണ്ടിയെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കാം. നട്ടലുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വാക്ക് ശരിയല്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, പക്ഷേ എങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ വിൽ, ഞാനത് തിരുത്തുന്നു, പൊളിറ്റിക്കൽ വിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു രാഷ്ട്രീയ ഇച്ഛയുണ്ടായിരുന്നെങ്കിൽ ഷംസുദ്ദീനും PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും അടക്കമുള്ളവർ സമസ്തയുടെ താല്പര്യത്തെ മുൻനിർത്തി, കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തി, മതേതര സമൂഹത്തെ മുൻനിർത്തി, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പുരോഗമനപരമായി ചിന്തിക്കുന്ന വിദ്യാഭ്യാസത്തെ കാവിയണിയിക്കരുത് എന്ന് താല്പര്യമുള്ളവരുടെ താല്പര്യത്തെ മുൻനിർത്തി പറയണമായിരുന്നു. PMC ഒപ്പുവയ്ക്കാത്തതിൻ്റെ പേരിൽ സർവശിക്ഷാ കേരളയുടെ ഭാഗമായി പണം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ആ 1000 കോടി രൂപ ഞങ്ങൾക്ക് വേണ്ട, പകരം ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. LDF സർക്കാർ ആ പദ്ധതി ഫ്രീസ് ചെയ്ത ആ പോയിന്റിൽ അതവിടെ നിൽക്കും. ഇനി 9 മാസം മാത്രമേ ബാക്കിയുള്ളൂ ഈ പദ്ധതിക്ക് ആയുസ് ഓർമ്മിക്കണം. ആ 9 മാസത്തേക്ക് നിങ്ങൾ നടത്തിയ ഒത്തുതീർപ്പിന് ചരിത്രം ഒടുക്കിൽ രേഖപ്പെടുത്തുക. ഒറ്റുകൊടുക്കൽ എന്നാകാതിരിക്കട്ടെ. ഇടവേള. വെൽക്കം ബാക്ക്. നയം മാറ്റൂ എന്നാണ് ചോദ്യം. നിലപാടുള്ളവരുടെ നയാണല്ലോ മാറുക, അല്ലേ? ഒരു നിലപാടുമില്ല എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്, അല്ലേ? അദാനീനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അദാനി വരാൻ പാടില്ല, കേന്ദ്രം ഞങ്ങളുടെ നിലപാട് എന്താണ്, അദാനിയുമായി ഒരു ബന്ധവും പാടില്ല എന്നുള്ളതാണ്. അദാനിക്ക് പോർട്ട് എഴുതി കൊടുക്കുന്നതിന് ഒരു ബന്ധവുമില്ല, ഒരു ടെൻഷനും ഇല്ലല്ലോ. PM ശ്രീ നടപ്പിലാക്കാനേ പറ്റില്ല, അറബിക്കടലിൽ എഴുതേണ്ട സാധനമാണ്,
അല്ലേ? അത് RSSൻ്റെ പിന്നെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിരുന്നു. ഇലക്ഷന് വരുന്നതിന് തൊട്ട് മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ അല്ലേ? ഇലക്ഷനിൽ മുഴുവൻ ക്യാമ്പയിൻ അതായിരുന്നല്ലോ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? PM ശ്രീ നടപ്പിലാക്കാൻ പോവുകയാണ്. എന്നിട്ട് പോയി ചോദിക്കുകയാണ്, ഇവർ തന്നെ പോയി ചോദിക്കുകയാണ്. ഉത്തരം പ്രതീക്ഷിച്ചത് എന്താ അറിയോ? ഉത്തരം പ്രതീക്ഷിച്ചത് PM ശ്രീയിൽ കേരളം ഒപ്പിട്ടിരുന്നു എന്ന് പറയും എന്ന് വിചാരിച്ചിട്ടാണ് പോയി പാർലമെൻറ്റിൽ ചോദ്യം ചോദിച്ചത്. അവിടുന്ന് വ്യക്തമായ ഉത്തരം കിട്ടി, ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരം കിട്ടി. ഇത്രയും നാൾ ഇവർ പറഞ്ഞത് എന്താണ്? PM ശ്രീയെ സൈൻ ചെയ്തു, PM ശ്രീ പണം വാങ്ങി, ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ നിന്ന് എങ്ങനെ പിന്നോട്ട് പോകാൻ പറ്റിയവർക്ക്? ഇത് പിന്നോട്ട് പോകാൻ പറ്റണ്ടേ? സർക്കാർ എന്ന് പറയുന്ന സംവിധാനം എന്താണ്? സർക്കാർ ആയതിന് ശേഷം സത്യം പറയണ്ടേ? ഞാൻ പറയും, സർക്കാരാവുന്നതിന് മുൻപ് പറഞ്ഞ പോലെ കവലപ്രസംഗം നടത്തിയതൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പാർട്ടിക്ക് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമെങ്കിലും സത്യം പറയണ്ടേ? പറയുന്നുണ്ടോ ഇവർ എന്ന് പറയുന്നത്? എന്താണ് പറയുന്നത്? കേരളത്തിൽ ഇടതുപക്ഷത്തിന് സാമ്പത്തിക അച്ചടക്കമില്ല, സാമ്പത്തികമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, എന്താണ് കടമെടുപ്പ് പരിധി അധികമായി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് 2 മാസത്തിൽ എത്രയായിരം കോടി കടമെടുത്തു? 12,000 കോടിയോ? 10,800 കോടി രൂപ കടമെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരുന്നോ? കേന്ദ്രം പണം തന്നില്ല എന്നാണ് പറയുന്നത്. ഏത് കേന്ദ്രം പണം തന്നില്ല? കേന്ദ്രം പണം തന്നില്ല എന്ന് പറയുന്നതിന് കാരണം ഉണ്ടാവുമല്ലോ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്രം പണം തരുന്നില്ല, അല്ല സംസ്ഥാനങ്ങളിലെല്ലാം പണം കൊടുക്കുന്നുണ്ട്. കേരളം പോലെയുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ ഇവിടെ നടപ്പിലാക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ BJPയുടെയും RSSൻ്റെയും നിലപാടുകൾ ഇവിടെ നടപ്പിലാക്കാത്തതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാണോ കോൺഗ്രസ്? ഇത് മനസ്സിലാക്കാൻ ഇതാരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഇവർക്കറിയാം എന്ത്, അത് നടപ്പിലാക്കണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപ്പിലാക്കിയാൽ കേന്ദ്രത്തിന് പണം കിട്ടും. പണത്തിന് വേണ്ടിയിട്ടാണോ കോൺഗ്രസ് നിലപാട് പറയുന്നത്? അങ്ങനെയാണോ? ഇപ്പോൾ 99 കോടി രൂപയ്ക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ മുഴുവൻ RSSന് വിറ്റു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. 99 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് RSSൻ്റെ നിലപാട്, അല്ലെങ്കിൽ 1056 കോടി രൂപ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ RSSന് വേണ്ടിയിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ വിറ്റു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്ന് ബംഗാൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ അറിയോ? കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ നടപ്പിലാക്കിയ സ്മാർട്ട് സ്കൂൾ ക്ലാസ് റൂമുകൾ 80,000 എണ്ണം എവിടെ നടപ്പിലാക്കുകയാണ്? ബംഗാൾ നടപ്പിലാക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞാൽ എന്താ അറിയോ? ഇന്ത്യയിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നടക്കുന്ന സംസ്ഥാനം കേരളമാണ് പോലും. ആ കേരളം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ BJP ഭരിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നു, ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സംവിധാനം ഉള്ളത് കേരളത്തിലാണ്, ആ സംവിധാനമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ ബംഗാളിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. ആരുടെ നിലപാട്? കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം. ആ സ്ഥലത്തേക്കാണ് ആ വിദ്യാഭ്യാസ നയത്തെ തകർത്തിട്ട് NEP കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം നടപ്പിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെയാണ് ഈ സംവിധാനം പോയി നിൽക്കുന്നതെന്ന്? കോൺഗ്രസ് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, തീവ്രത കൂടിയ എതിർപ്പായിരുന്നല്ലോ ഈ കാര്യത്തിൽ ലീഗിനുണ്ടായിരുന്നത് അല്ലേ? കുറച്ചും കൂടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ലീഗ് കമാന്നൊരക്ഷരം മിണ്ടുന്നുണ്ടോ? കമാന്നൊരക്ഷരം. അവരുടെ നിലപാട് എന്താ ഇപ്പം? അരുൺ സാർ നട്ടലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പിന്നെ മിണ്ടുന്നില്ല. നട്ടലുണ്ടെങ്കിൽ നേരെന്ന് പറയണം എന്ന് പറയേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എങ്ങനെയും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാ നുണകളും വിളിച്ചു പറയുക എന്നുള്ളതാണ്. എല്ലാ നുണകളും വിളിച്ചു പറയുക. ഞാൻ പിന്നെ VD സതീശൻ ഈ CJPൻ്റെ സമരവുമായി ഡൽഹിയിൽ പോയി. രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇരുന്നു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പിന്നെ VD സതീശനെ കാണാനില്ല. പിറ്റേ ദിവസം രാവിലെ പത്രക്കാരുടെ പത്രസമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ കേക്ക് മുറിക്ക് പോയതാണ് എന്ന് പറയുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ആൾക്കാർ മുഴുവൻ അറസ്റ്റ് വരിച്ച് രാത്രി റോട്ടിലൂടെ വലിച്ചയച്ച് കൊണ്ടുപോയി. പക്ഷേ ഇദ്ദേഹം പോയത് എന്തിനാണ്? മല്ലികാർജ്ജുന ഖാർഗെയുടെ കേക്ക് മുറിക്കാൻ പോയതാണ് എന്നുള്ള ഇതാണോ നിലപാട്? എന്നിട്ട് എന്താണ്? ഈ സമരം വിജയിച്ചു, പ്രധാൻ രാജിവെച്ചു. അപ്പോൾ ഇത് സെക്കൻഡ് കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. നേരത്തെ പറഞ്ഞ കേക്ക് മുറിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. സെക്കൻഡ് കൊണ്ട് ഫേസ്ബുക്ക് പറഞ്ഞു. പിന്നെ ഐക്യദാർഢ്യമായി, ഞാനടക്കം സമരം ചെയ്ത സ്ഥലമായി. പിന്നെ വലിയ കാരണം വിജയിച്ചാൽ ആ ഒപ്പം നിൽക്കുകയും പരാജയപ്പെടുത്താൻ തള്ളിപ്പറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സർക്കാരും മാറുക എന്നുള്ളതാണ്. ഒരു കാര്യത്തിനും നിലപാടില്ല. സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ടോ കേരളത്തിൽ? പഞ്ചായത്തുകൾക്ക് പണം കിട്ടുന്നില്ല, സാലറി കിട്ടുന്നില്ല, വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടുന്നില്ല. അത് പിന്നെ പഞ്ചായത്തുകൾക്ക് പണം, ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പഞ്ചായത്തുകളിൽ പണമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. കാരണം എന്താ? സർക്കാർ പണം കൊടുക്കുന്നില്ല, സ്റ്റേറ്റ് പണം കൊടുക്കുന്നില്ല. നമ്മളെന്താണ് പറയുന്നത്? നമ്മൾക്ക് കേന്ദ്രം പണം തരുന്നില്ല എന്നല്ലേ പറയുന്നുള്ളൂ. പഞ്ചായത്തുകൾക്ക് കേന്ദ്രം പണം തരുന്നില്ല പറയാൻ പറ്റില്ലല്ലോ. ആരാ പണം കൊടുക്കേണ്ടത്? സ്റ്റേറ്റാണ്. കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആശാസമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താ പറഞ്ഞത്?
മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സമരം നടത്തിയത് കാണുന്നില്ല എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ അവിടെ പിന്നെ PSCൻ്റെ കുട്ടികൾ സമരം നടത്തുന്നുണ്ട്, നിരാഹാര സമരത്തിലേക്ക് കടന്നു. എന്തേ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സമരം കാണുന്നില്ല? അവർ വിളിച്ച് ചർച്ച ചെയ്ത് തീരുമാനമാക്കി കൂടെ? എന്താ ചർച്ച ചെയ്യാൻ പറ്റാത്ത? ഏത് നിലപാടായത്? ഇതാണോ കോൺഗ്രസ് നിലപാട്? അപ്പോൾ അധികാരത്തിൽ വരാൻ വേണ്ടി എന്ത് വേണേൽ പറയാം. കാരണം PSCയിൽ റാങ്ക് കിട്ടി, പരീക്ഷാഫലം കിട്ടി, റാങ്ക് കിട്ടി, പോസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ നിയമസഭയ്ക്ക് മുന്നിൽ സമരം ചെയ്യാണ് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ. മിണ്ടുന്നില്ലല്ലോ. 2 മാസം ഇനി സമയം വേണമെന്ന് പറയുന്നത്. 2 മാസം ഇനി സമയം വേണമെന്ന് പറയണേ. അവിടെ പോയി ചർച്ച ചെയ്ത് സംസാരിച്ച് തീർത്തുകൂടെ? എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് 2 മാസം കൊണ്ട് ജോലി തരാം, നിങ്ങളിപ്പോൾ തൽക്കാലം നിർത്തിപ്പോണം എന്ന് പറഞ്ഞുകൂടെ? എന്തേ പറയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അപ്പം ഇതൊക്കെ എന്താണ്? ഇതിനൊന്നും നിലപാടില്ല, ഒരു കാര്യത്തിനും നിലപാടില്ല എന്നുള്ളതാണ്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ല, നിങ്ങൾ ദേശാഭിമാനിയാണ്, നിങ്ങൾ കൈരളിയാണ് എന്നുള്ള നിലയിലേക്ക് ചർച്ച കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് കോൺഗ്രസ് ഇങ്ങനെയാണോ ശീലിച്ചിട്ടുള്ളത്? ഈ രീതിയിലാണോ കോൺഗ്രസ് പെരുമാറാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഇതായിരുന്നോ കോൺഗ്രസിൻ്റെ നിലപാട്? ഇതായിരുന്നോ കോൺഗ്രസ് ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നത്? ഈ ഇലക്ഷന് മുൻപ് പറഞ്ഞ ഏത് കാര്യമാണ് കോൺഗ്രസ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്? ഏത് കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, RSSനും BJPയുടെയും കണ്ണാടിയായി കേരളത്തിൽ മാറുകയാണ്. കണ്ണാടിയാണ്. കാരണം BJP നിങ്ങൾക്ക് കേന്ദ്രത്തിൽ കാണാൻ പറ്റില്ല, കേരളത്തിലേക്ക് നോക്കിയാൽ മതി. കേന്ദ്രത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കേരളത്തിൽ കേന്ദ്രത്തിൽ CJPക്കെതിരെ കേസെടുക്കാൻ പറ്റുന്നില്ല. എന്താണ്? അവിടുത്തെ കുട്ടികൾക്കെതിരെ കേന്ദ്രത്തിൽ കേസെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ കേരളത്തിലെടുക്കും. 5000 പേർക്കെതിരെ കേസെടുത്തു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. 5000 പേർക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ്. എറണാകുളത്ത് സമരം ചെയ്ത വേടൻ്റെ മാനേജർക്കെതിരെ വരെ കേസെടുത്തു. അവരെന്തെങ്കിലും അവിടെ ആക്രമണം വല്ല നടത്തിയോ? വല്ല ആക്രമണം നടത്തിയോ? അപ്പം ഇതെങ്ങനെയാണ്? എന്നിട്ടെന്താണ്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും CJPയും സമരം നടത്തി അവരെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുന്ന അവസ്ഥ കൊണ്ടുവന്നു. പിൻവലിക്കുന്നു. എന്നിട്ട് അവർ പ്രസ് കോൺഫറൻസ് നടത്തി അല്ലെങ്കിൽ പ്രസ് റിലീസ് നടത്തുകയാണ്, ഞങ്ങൾ എടുത്ത കേസുകളിൽ നിന്നെല്ലാം പിന്നോട്ട് പോവുകയാണ്, ഞങ്ങളിത് അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ എത്ര സമയം വേണം തീരുമാനിക്കാൻ? ഒരു ഫോൺ കോളിൻ്റെ ദൂരമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അത് കേരളം ഭരിക്കുന്ന VD സതീശനായതുകൊണ്ടാണ്. അതിനേക്കാളും എളുപ്പം നരേന്ദ്രമോദിനെ കൊണ്ടും പിന്നെ അമിത്ഷാനെ കൊണ്ടും കേസ് പിൻവലിപ്പിക്കലാണ്. കേരളത്തിലെ VD സതീശനെ കൊണ്ട് കേസ് പിൻവലിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? ഇവർ പറഞ്ഞാൽ കേട്ടില്ല, രാഹുൽ ഗാന്ധി പറഞ്ഞാൽ കേൾക്കത്തില്ല, KC വേണുഗോപാൽ പറഞ്ഞാൽ കേൾക്കത്തില്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കത്തില്ല, പിന്നെ ആര് പറഞ്ഞാലേ കേൾക്കുക? അദ്ദേഹത്തിന് തോന്നണം. അതിനേക്കാളും എളുപ്പമാണ് അവിടെ ജന്തർ മന്ദറിൽ സമരം നടത്തിയപ്പോൾ പ്രധാന രാജിവെക്കുകയും കേസിൽ വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഇല്ലേ? നിങ്ങൾ നിയമസഭേൻ്റെ മുന്നിൽ കിടന്ന് സമരം നടത്തിയ കാര്യമുണ്ടോ? കാരണം അത് തീരുമാനിക്കാൻ എന്താ? അവിടെ ഒരു അതോറിറ്റി ഇല്ല. ആ അതോറിറ്റി എന്ന് പറയുന്നത് VD സതീശൻ മാത്രമാണ്. VD സതീശൻ PM ശ്രീയായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു, അതാ മുന്നോട്ട് പോകുന്നു. അവിടെ ഘടകകക്ഷി എടുക്കുന്ന ഒരു റോളും ഇല്ല, ഒരു റോളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദാനിയുമായി മുന്നോട്ട് പോകാൻ VD സതീശൻ തീരുമാനിക്കുന്നു. VD സതീശൻ മുന്നോട്ട് പോവാണ്. അതിനകത്ത് KC വേണുഗോപാൽ പറഞ്ഞല്ലോ, എന്തെങ്കിലും നടപ്പിലായോ? രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, എന്തെങ്കിലും നടപ്പിലായോ? ഒന്നും നടപ്പിലായിട്ടില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സംവിധാനമായി അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിസിഷനാക്കി കേരളം മാറി. അതൊരു കൂട്ടുത്തരവാദിത്വം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. എന്തായി നമ്മുടെ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് ബന്ധപ്പെട്ട കാര്യം എന്താ പറഞ്ഞത്? നിയമസഭയിൽ എന്താ പറഞ്ഞേ? ഞങ്ങളിത് നിശ്ചയിക്കും. എങ്ങനെ നിശ്ചയിക്കും? ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് നിശ്ചയിക്കും. എന്നിട്ട് ബില്ല് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നടപ്പിലാക്കി. പുള്ളി തന്നെ കൊണ്ടുവരുന്ന സംവിധാനം പുള്ളി തന്നെ അങ്ങ് നടപ്പിലാക്കുകയാണ്. അപ്പം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മനസ്സിലായിട്ട് വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലീഗിൻ്റെ നേതാക്കന്മാരെ ഇൻഡിവിജ്വലായി വിളിച്ചു ചോദിച്ചു നോക്കുള്ളൂ. ഏതെങ്കിലും ഒരു നേതാവ് ഇതിനോട് സഹകരിക്കുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ലീഗ് നേതാവ് പറയുമോ? പേഴ്സണലായിട്ട് ചോദിച്ചോളൂ. ആരെങ്കിലും പറയുമോ? ഒരാളും പറയില്ല. പക്ഷേ എന്താണ്? മുഖ്യമന്ത്രി നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ കൂട്ടുത്തരം. അങ്ങനെ നിലപാടെടുക്കണമെങ്കിൽ CPI പോലെ നിലപാട് വേണം, പാർട്ടിക്ക് നിലപാട് വേണം. പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, അവിടെ പിന്നെ അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചല്ലോ, CPM മുന്നോട്ട് പോകാൻ തീരുമാനിച്ചല്ലോ. നിലപാടുള്ളതായിട്ട് നിലപാട് കൊണ്ട്. ഏത് നിലപാട്? ഞാൻ എല്ലാ കാര്യത്തിലും അല്ല പറയുന്നത്. PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റിയൊരു സംവിധാനം അല്ല എന്ന് CPI നിലപാടെടുത്തു. ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ലല്ലോ. ഉപസമിതി വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉപസമിതി എന്തിയെ? ഉപസമിതിക്ക് മേലെയാണ് UDF അല്ലേ? UDF തീരുമാനം എടുത്തു, ഉപസമിതി അപ്രസക്തമായി. എങ്ങനെയാണ് അപ്രസക്തമാവുക? കാരണം അപ്പോൾ ഈ ഉപസമിതിനെ വെച്ചിട്ട് കേരളത്തിൽ ഉപസമിതിനാണെന്ന് കേന്ദ്രത്തോട് പറഞ്ഞേക്കാണ് ഉപസമിതി. കാരണം അത് കേരളത്തിലെ കോൺഗ്രസ് കൊടുത്ത പിന്നെ മറുപടി അല്ല കേട്ടോ. കോൺഗ്രസ് കൊടുത്തില്ല, CPM അല്ലെങ്കിൽ ഇടതുപക്ഷം വന്ന് കൊടുത്തതാണ്. ഉപസമിതി റിപ്പോർട്ട് വരുമ്പോൾ നിലപാട് സ്വീകരിക്കാം എന്നുള്ളത് കേന്ദ്രത്തെ അറിയിച്ചതാണ്. അതിനെ പറ്റിയിട്ടാണ് അന്ന് പറഞ്ഞത്. കാരണം ഉപസമിതിനെ വെച്ചാൽ മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം വേണ്ടത് തീരുമാനിക്കപ്പെട്ടുള്ളത്. അത് റിപ്പോർട്ട് കൊടുത്താൽ അതിനെ മേലെ UDF ഒന്ന് തീരുമാനം എടുക്കുകയാണ്.
നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്, നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഒരു നിലപാടുള്ളൊരു പാർട്ടിക്കോ നിലപാടുള്ള ഒരു സർക്കാരിനോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ കാര്യമല്ല. ഇത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത് തുടങ്ങുന്നതെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, തുടങ്ങുന്നതെല്ലാം നോക്കിക്കോളൂ. ഞാൻ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് എന്താ? RSS വിരുദ്ധ BJP വിരുദ്ധ നിലപാടുകളല്ല ഇന്ത്യയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ UDF സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിൻ്റെ അകത്ത് BJPയുടെ എന്തെങ്കിലും കടന്നുകയറ്റം ഉണ്ടോ, പിന്നെ എന്താണ് RSSൻ്റെ എന്തെങ്കിലും കടന്നുകയറ്റം ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവർ അത് കടന്നുകയറ്റം ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ ചൂണ്ടിക്കാട്ടിയാൽ പോലും അതിന് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? RSSൻ്റെ കൂടെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് കേരളമാണ്. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കണ്ടില്ലെങ്കിൽ, കേന്ദ്രത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അത് പിറ്റേ ദിവസം കേരളത്തിൽ നോക്കിയാൽ മതി, അവിടെ വൃത്തിയായി നടപ്പിലാക്കാതെ കാണാം. ഓക്കെ, അപ്പോൾ നയം മാറ്റൂ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.